ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വില്ലേജ് ജീനിയസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫിഷ് ടാങ്ക് നമ്മളൊരു ഗപ്പി ടാങ്കാണ് ചെയ്യുന്നത്. അപ്പോൾ ജോബിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊരു ഫിഷ് ടാങ്ക് ചെയ്യുന്നത്. പ്ലാന്റഡ് പോണ്ടാണ്, ഒരു ചെറിയ മിനി പോണ്ട് എന്ന് വേണേൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് പോവാം. ഇപ്പോൾ കുളത്തിൽ ചാക്ക് വിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ചാക്ക് കൂടെ വിരിച്ച ഏരിയ ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഷീറ്റ് വെക്കാൻ. ഷീറ്റ് മേടിച്ചിട്ടുണ്ടല്ലോടാ, ടൈറ്റാണ്. നമുക്ക് നേരെ വിരിച്ചാലോ? ഓക്കെ, നിനക്കെന്നെ മിണ്ടാത്തേ? അയ്യ, ഓക്കെ. അപ്പം എന്നാൽ ഇവിടുത്തെ പരിപാടി നോക്കട്ടെ. അങ്ങനെ 2-3 മണിക്കൂർ കൊണ്ട് ബേസിക് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്ലാന്റിങ്ങും വർക്കും കാര്യങ്ങളൊക്കെയാണ്. വെള്ളം നിറച്ച ശേഷം നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് സെറ്റ് ചെയ്യും. പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അക്വാസ്കേപ്പ് ചെയ്യും. പോണ്ടിൽ അക്വാസ്കേപ്പിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു ഡ്രിഫ്റ്റ് വുഡ് ബോൺസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് കാട്ടി നിർത്തുന്ന തടിയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അടിയിൽ ഈ പറഞ്ഞ പോലെ സോയിലിട്ടിട്ട് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മേലെ പ്ലാന്റ് നടുകയാണ് ചെയ്തേക്കുന്നത്. ഇത് പിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ പ്രോപ്പറായിട്ട് പിടിക്കുകയൊക്കെ ചെയ്യും. വെള്ളത്തിൻ്റെ കണ്ടീഷനൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ടിരിക്കും. ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് മാസ്മരിക വ്യൂ ആണ്. കാരണം വേറൊന്നുമല്ല, അടിപൊളിയാണ്. നല്ലൊരു ഈസ്തറ്റിക് ബ്യൂട്ടിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. എത്രത്തോളം എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യലി നാച്ചുറലൈസേഷൻ, അതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ വെള്ളം നിറച്ചപ്പോഴേക്കും ചെറിയ രീതിയിൽ കുളം കലക്കി. എന്നാലും കുഴപ്പമില്ല. 2 ദിവസത്തിന് ശേഷം നമ്മൾ കുറച്ച് ഗപ്പി പായലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം സ്റ്റേബിളാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ്. പിന്നെ വെള്ളത്തിൽ ചെറിയ രീതിയിൽ കൂത്താടിയൊക്കെ വളരുന്നുണ്ടായിരുന്നു. അങ്ങനെ കൃത്യം 1.5 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുളം സ്റ്റേബിളായി. പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ വളരാൻ തുടങ്ങി. മീനുകളൊക്കെ ബ്രീഡാവാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് വന്നു. നമുക്കിനി ഈ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ കുളത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, കുളം ഇപ്പോൾ സെൽഫ് സസ്റ്റെയിനിങ് ആണ്. ഞാനിപ്പോൾ ഒരാഴ്ച തീറ്റിയിട്ട് കൊടുത്തില്ലെങ്കിലും മീനുകൾക്ക് പ്രോപ്പറായിട്ടുള്ള തീറ്റ അത് കറക്റ്റായിട്ട് ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വാട്ടർ ചേഞ്ചിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാന്റ്സ് തന്നെ നോക്കിക്കോളും. അമോണിയൻ്റെ വേരിയേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്ന് നല്ല വീഡിയോയുമായി നല്ല കണ്ടന്റുമായിട്ടും വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.